സുസ്മിത. സുസ്മിത. ജഗദീപ് ആ ദൗത്യം ഏറ്റെടുത്തുന്നോ? ഏറ്റെടുത്തെന്ന് മാത്രമല്ല, അവൻ പണി തുടങ്ങുകയും ചെയ്തു. ജഗദീപ് സാർ വരുന്നുണ്ടല്ലോ. എന്താടോ? അല്ല, ഇത്രയും സങ്കടങ്ങൾക്കിടയിലും ഇങ്ങനെ ചില കോമഡികൾ ഉണ്ടല്ലോ എന്ന് ആലോചിച്ച് ചിരിച്ചതാ. എടോ, താനിനി കണ്ടോ? ഇനി അങ്ങോട്ട് സുസ്മിതയുടെ സീൻസ് മൊത്തം കോമഡി ആയിരിക്കും. പക്ഷെ ഒരു കാര്യമുണ്ട്, അവൾക്ക് മാത്രം അത് അറിയില്ല എന്ന് മാത്രം. എന്തേ ചിരിയടക്കാൻ പറ്റുന്നില്ലേ? അതല്ല വിഷ്ണുവേട്ടാ, ജഗദീപിന്റെ ഓരോ അവതാരങ്ങളെ കുറിച്ച് ആലോചിച്ച് ചിരിച്ചതാ. അവന് 10 അല്ല 100 അവതാരം. അവന് എവിടെ വീണാലും 4 കാലി തന്നെ നിൽക്കും. അല്ല, സുസ്മിതയ്ക്ക് ഇപ്പൊ സംശയമൊന്നും ഇല്ലല്ലോ? എവിടുന്ന്? എടോ, ജഗദീപിന്റെ കയ്യിൽ പണം ഉണ്ടെന്ന് കരുതിയിട്ട് അവൾ തലികുത്തി വീണിരിക്കല്ലേ? എങ്കിൽ ഈ കളിയില് ഞാനും കൂടിയുണ്ട് വിഷ്ണുവേട്ടാ. സുസ്മിതയെന്ന കരിങ്കുതിരെ എത്രയും പെട്ടെന്ന് പൂട്ടണം. ഇയാളുടെ ബുദ്ധിയും കൂടി ആകുമ്പോ സംഗതി ഉഷാറാവും. അല്ല, സുസ്മിതയായിട്ട് ഇഷ്ടത്തിലായി കഴിഞ്ഞാ ജഗദീപ് കാലം മാറുമോ? എടോ, ഒരു ഫ്രോഡിന് എപ്പോഴും ഫ്രോഡായിട്ടിരിക്കാനേ പറ്റൂ. ഇവിടെ ഇപ്പൊ നടക്കുന്ന 2 ഫ്രോഡുകൾ തമ്മിലുള്ള ഏറ്റുമുട്ടല. സത്യം തുറന്നു പറഞ്ഞ സ്വന്തം ചീട്ട് കീർന്ന് 2 പേർക്കും നന്നായിട്ട് അറിയാം. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് കല്യാണത്തിലേക്ക് എത്താനേ 2 പേരും ശ്രമിക്കൂ. എടോ, കല്യാണത്തോടെ സുസ്മിത ജയിച്ചു എന്നായിരിക്കും അവളുടെ വിചാരം. അവിടെ തുടങ്ങുമല്ലടോ അവളുടെ വിധി. വേണം വിഷ്ണുവേട്ടാ, എത്രയും വേഗം അവളെ പൂട്ടിയേ പറ്റൂ. വിഷ്ണുവേട്ടൻ തുടങ്ങി. ഈ മരുന്ന് കഴിച്ചാൽ മതി. 2 ആഴ്ച കഴിഞ്ഞ് ഒന്നുകൂടി വരണം. വിജയമ്മയോ? മോളായിരുന്നോ? എന്തു പറ്റി വിജയമ്മേ? എന്റെ ഹൃദയത്തിന് വയ്യാത്തതാ മോളെ. അയ്യോ, ഇപ്പൊ ചങ്ക പൊട്ടുന്ന വേദനയാ. ഹൃദ്രോഗത്തിന് നേരത്തെ ട്രീറ്റ്മെന്റ് എടുത്തിട്ടുള്ളതല്ലേ? അതെ. വേദന വരുമ്പോഴേ നാക്കിനടിയിൽ വെക്കാൻ ഒരു ടാബ്ലറ്റ് തന്നിട്ടുണ്ടാവുമല്ലോ ഡോക്ടർ? അത് വെച്ചതാ, എന്നിട്ടും ഒരു കുറവില്ല. വന്നേ നോക്കട്ടെ. ഞാൻ ചത്തുപോവും മോളെ. റിലാക്സ്, പാനിക് ആവരുത്. വേദനയ്ക്ക് ഇപ്പൊ മാറും. അയ്യോ, സൂചി വെക്കുവോ? ഒരു ഉറുമ്പ് കടിക്കുന്ന വേദനയേ ഉള്ളൂ വിജയാമ്മേ. ഒന്ന് കണ്ണടച്ച് കിടന്നാ മതി. ഈ ഡോക്ടർക്ക് വിജയാമ്മ നേരത്തെ അറിയാമോ? ഈ ഡോക്ടർ വെച്ചിട്ടല്ലേ രാജീവിന് ആദ്യം കല്യാണം ആലോചിച്ചിട്ട് വേണ്ടാന്ന് വെച്ചത്.
യോ ദേ കഴിഞ്ഞു. ഒരല്പസമയം റെസ്റ്റ് എടുത്തോട്ടോ. ഇരിക്കെ. ഹാർട്ട് ഡിസീസിന് എന്ത് ട്രീറ്റ്മെന്റാ വിജയമ്മയ്ക്ക് എടുത്തത്? ആൻജിയോ. ആൻജിയോഗ്രാം ഓർ ആൻജിയോപ്ലാസ്റ്റി? അതെനിക്കറിയാൻ മേല. ഈ കുട്ടി ഏതാ? ഇതാ രാജീവിന്റെ ഭാര്യ ശാരിക. ഓ, ശാരദാമ്മയുടെ മകൾ ശാരിക. കുട്ടിക്ക് അറിയില്ലേ വിജയമ്മയുടെ ട്രീറ്റ്മെന്റ് ഹിസ്റ്ററിയെ കുറിച്ച്? അത് ഞാൻ ആ സമയം ഒപ്പം ഇല്ലായിരുന്നു. രാജീവ് സാറുമായിട്ടുള്ള അടിയും പിടിയും അല്ലേ? എന്നാലും ഒന്നായി കഴിയുമ്പോ ഒപ്പമുള്ളവരുടെ ആരോഗ്യസ്ഥിതിയും അവർ കഴിക്കുന്ന മരുന്നൊക്കെ എന്താണെന്ന് ഒന്ന് അന്വേഷിക്കണ്ടേ ശാരികെ? പ്രായമായിരിക്കുന്നവരല്ലേ. ഒരു കൈപ്പിഴ പറ്റിയാ മതി, ആജീവനാന്തം നമ്മൾ ഖേദിക്കേണ്ടി വരും. അതെ, രാജീവനോട് ചോദിച്ചാൽ ചിലപ്പോ അവൻ അറിയാൻ പറ്റുമായിരിക്കും. ശരിയാ, ഉപ്പോളം വരില്ലല്ലോ ഉപ്പിലിട്ടത്. അവന്റെ നമ്പര് അതൊക്കെ എന്റെ കയ്യിലുണ്ട്. ഉണ്ടോ? ആ, Yamini, it's a pleasant surprise. സർപ്രൈസ് ഒന്നും അല്ല രാജീവ്. രാജീവ് സാറിന്റെ അമ്മയും അമ്മാവനും വൈഫും ഒക്കെ കൂടി എനിക്കാ സർപ്രൈസ് തന്നത്. എന്താ? രാജീവ് സാറിന് അമ്മയുടെ ആരോഗ്യാവസ്ഥയെപ്പറ്റി ബോധ്യമുണ്ട്. ഇപ്പൊ തന്നെ 3-4 സ്റ്റെന്ത് ഇട്ടിട്ടുണ്ട് വിജയമ്മയുടെ ശരീരത്തിൽ. ഇനി ഇത് മെഡിസിൻ കൊണ്ട് കൺട്രോൾ ചെയ്ത് പോവേണ്ടതാ. നെഞ്ചുവേദന വരുമ്പോ നാക്കിനടിയിൽ വെക്കാൻ ഒരു ഗുളിക തന്നിട്ടില്ലായിരുന്നോ ഡോക്ടർ? ആ, ഞാനിത് കൊടുത്തതാ. എന്നിട്ടും ഇങ്ങനെ വരാനായിട്ട് കുട്ടിയുടെ കയ്യിൽ ആ ടാബ്ലറ്റിന്റെ പ്രിസ്ക്രിപ്ഷൻ ഉണ്ടോ? ഡോക്ടർക്ക് തെറ്റുപറ്റാൻ വഴിയില്ല. ആ ഗുളിക ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതോ? ഇതാണോ വിജയമ്മയ്ക്ക് കൊടുത്തത്? മൈ ഗോഡ്, ഇത് വൈറ്റമിൻ ടാബ്ലറ്റ്സ് അല്ലേ? കുട്ടി നൈട്രേറ്റ് രൂപത്തിലുള്ള ഒരു ടാബ്ലറ്റ് ആണ് ചെസ്റ്റ് വേദന വരുമ്പോ ഡോക്ടർമാർ നാക്കിനടിയിൽ വെക്കാൻ കൊടുക്കുന്നത്. ബ്ലഡ് വെസൽസ് റിലാക്സ് ആകും. നെഞ്ചുവേദനയുടെ ഒരു സൂചന വരുമ്പോഴേ അത് കഴിക്കണം. അതിനു പകരം കുട്ടി എന്താണ് ഈ ചെയ്തത്? അത് ഞാൻ വിജയമ്മ പറഞ്ഞ ഗുളികയാ. വിജയമ്മ പറഞ്ഞ ഗുളികയോ? കുട്ടിക്ക് എന്താ കണ്ണില്ലേ? ആട്ടെ, കുട്ടി ഏത് ക്ലാസ് വരെ പഠിച്ചു? മറുപടി പറയാൻ. ഞാൻ 8ാം ക്ലാസ്. ആ, അതിന്റെ കുഴപ്പം ഇതല്ല. സമയത്ത് ടാബ്ലറ്റ് കൊടുക്കാതെ വിജയമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിലോ?
സമയം റെസ്റ്റ് എടുത്തിട്ട് പോയാൽ മതി. എത്രയാ? 100. കൃഷ്ണകുട്ടി ചേട്ടാ, എന്നെ ഒന്ന് പിടിച്ചേ. അയ്യോ വയ്യായേ. എന്താ വിജയ്, ഇനി കുഴപ്പമൊന്നും ഉണ്ടാവില്ലെന്നാണല്ലോ ആ ഡോക്ടർ കൊച്ചു പറഞ്ഞത്. ആ ഗുളിക മാറി കഴിച്ചതിന്റെ ആയിരിക്കും കൃഷ്ണകുട്ടി ചേട്ടാ. ഓ, ഇപ്പോഴും എന്തോ എനക്കേട് പോലുണ്ട്. എന്നാ പിന്നെ ഇത്രയും തിരക്ക് പിടിച്ച് ഹോസ്പിറ്റലിൽ നിന്ന് പോരേണ്ട കാര്യം ഉണ്ടായിരുന്നോ? എന്ന് കരുതി ഹോസ്പിറ്റലിൽ തന്നെ അങ്ങ് കിടക്കാൻ പറ്റുമോ കൃഷ്ണകുട്ടി ചേട്ടാ? ഇതെന്റെ വിധിയാന്ന് ഞാൻ സമാധാനിച്ചോളാം. ആ പതുക്കെ. അയ്യോ അമ്മ, വിടടി. അമ്മ കുമ്മ, നിന്റെ സ്നേഹമൊക്കെ എനിക്ക് മനസ്സിലായിടി. എല്ലാം ഉള്ളിൽ വെച്ചോണ്ട് നീ പതുങ്ങിയിരിക്കുവായിരുന്നല്ലേ? അമ്മ, ഞാൻ എന്റെ ദേഹത്തിന് ഇനി തൊട്ടുപോകരുത്. രാജീവിനെ വിളിച്ചു പറഞ്ഞിട്ട് ഞാനും കൃഷ്ണൻകുട്ടി ചേട്ടനും ഈ നിമിഷം ഇറങ്ങാ അവിടുന്ന്. അവളുടെ ഒരു കള്ളക്കണ്ണീര്. കൃഷ്ണൻകുട്ടി ചേട്ടനെ എന്നെ ഇറക്കി വിടാൻ വേണ്ടിയായിരുന്നെങ്കിൽ നീ ഇത്ര പാടുപെടേണ്ട കാര്യമൊന്നും ഇല്ലായിരുന്നു ശാരിക. ഞങ്ങളങ്ങ് പോയനെ. അപ്പൊ നിനക്ക് ഞങ്ങളുടെ ശവം തന്നെ വേണല്ലേ? അമ്മ, കൃഷ്ണൻകുട്ടി ചേട്ടാ, എന്നെ ഒന്ന് താങ്ങിക്കോ. വന്നേ പതുക്കെ. അയ്യോ, ഞാൻ എന്തായി കാണുന്നേ? അയ്യോ കൃഷ്ണൻകുട്ടി ചേട്ടാ, അയ്യോ എന്റെ സ്വർണം. കൃഷ്ണൻകുട്ടി ചേട്ടാ, എന്താ ഇത് കണ്ട? എന്റെ സ്വർണം മൊത്തവും പോയി. ഇവിടെ ആരോ കയറിയിട്ടുണ്ടല്ലോ. വല്ല കള്ളന്മാരായിരിക്കും. അയ്യോ, എന്റെ സ്വർണം ഒക്കെ പോയല്ലോ. അയ്യോ എന്റെ കാശ്. അയ്യോ എന്റെ ദേവി, എന്റെ സ്വർണ്ണം എല്ലാം പോയേ. അയ്യോ 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 വിജയ്, ചേട്ടാ, എന്റെ എല്ലാം പോയി. 30 പവന്റെ പൊന്നാ കള്ളന്മാര് കൊണ്ടുപോയേ. അയ്യോ, ഞാൻ സൂക്ഷിച്ചു വെച്ചിരുന്ന കാശും കള്ളന്മാര് കൊണ്ടുപോയി. അയ്യോ, എത്ര കാശ് ചേട്ടാ? 116 രൂപ 50 പൈസ. എന്റെ എല്ലാം പോയി. എന്നാ പിന്നെ ഇവിടുത്തെ ഫ്രിഡ്ജിൻ ടിവിയൊക്കെ അവർ കൊണ്ടുപോകുന്ന? അതൊന്നും ഇപ്പൊ ആക്രി വിലക്ക് പോലും ആർക്ക് വേണ്ട കൃഷ്ണൻകുട്ടി ചേട്ടാ. പൊന്നല്ലേ ഇപ്പൊ എല്ലാവർക്കും വേണ്ടേ? അയ്യോ, എന്റെ പൊന്നെല്ലാം പോയി. വിജയലക്ഷ്മി, നിന്റെ ഹൃദയത്തിന് വയ്യാത്തതാ. പതുക്കെ ഇടിക്ക്. ചങ്കും മത്തങ്ങ എല്ലാം പോട്ടെ കൃഷ്ണൻകുട്ടി ചേട്ടാ. എന്റെ എല്ലാം പോയില്ലേ? എന്റെ സർവ്വതും പോയില്ലേ? ഇനി ഞാൻ ജീവിച്ചിരുന്നിട്ട് എന്തിനാ? അയ്യോ എന്റെ ദൈവമേ, അവള് ആ മൂദേവി ഒറ്റ വരുത്തി ഇതിനെല്ലാം കാരണം. എടി എന്തിയാ നീ എന്താ വിചാരിച്ച വാതിൽ തുറന്ന് വലത്തിട്ടേച്ച് പോയേ? എന്താ അമ്മ? എന്നെ അങ്ങനെ വിളിക്കരുതെന്ന് പല പ്രാവശ്യം ഞാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ട്. എന്റെ സ്വർണ്ണവും പണവും എല്ലാം കള്ളന്മാര് കുത്തിമാന്തി എടുത്തോണ്ട് പോയടി. 30 പവനാ പോയത്. 30 പവൻ. എന്താ എന്ത് പറ്റി വിജയലക്ഷ്മി? എന്റെ പൊന്നു പത്മജ്, ഒന്നിങ്ങോട്ട് ഓടി വായോ. അയ്യോ, എന്താ എന്താ വിജയ്? എന്റെ എല്ലാം പോയി പത്മജ്, പൊന്നും പണവും എല്ലാം. എനിക്കങ്ങോട്ട് വരാവോ? എന്ത് വർത്താന ജയസമി നിങ്ങൾ ഈ പറയുന്നേ? ഒരാപത്തുണ്ടാവുമ്പോഴാണ് ഇങ്ങനെയൊക്കെ പറയേണ്ടത്. അയ്യോ, ഞാൻ ഇനി എന്ത് ചെയ്യും? എന്താ വിജയലക്ഷ്മി, എന്താ? ജയസമ്മേ,
എന്റെ എല്ലാം പോയി. പൊന്നും പണവും എല്ലാം പോയി. പോട്ടെ വിജയലക്ഷ്മി. എന്റെ സമ്പാദ്യം എല്ലാം പോയി. ഞാൻ കരുതി വെച്ചത് കള്ളന്മാര് കൊണ്ടുപോയി ജയ്സമ്മേ. അയ്യോ, എന്റെ സ്വർണം പണവും മൊത്തം പോയേ. എത്ര നാളുകൊണ്ട് കരുതി വെച്ചാന്നറിയോ? എല്ലാം ഒരു നിമിഷം കൊണ്ട് പോയില്ലേ. അയ്യോ, ഞാനിനി എന്ത് ചെയ്യോ ദൈവമേ? ഇനി പറ വിജയലക്ഷ്മി, എന്താ ഉണ്ടായത്? അയ്യോ, ആ എന്തായാലും തിരുമേനി രാവിലെ തന്നെ എത്തുമല്ലോ. ആ പിന്നെ വിളിക്കാൻ കാറോ മറ്റോ വയ്ക്കണോ? ആ ശരി ശരി, എന്നാ വെക്കട്ടെ. അപ്പൊ നാളെ കാണാം. ഓ ശരി ശരി ശരി. ആ വിഷ്ണുട്ടാ, വാ കഴിക്കാറായി. ആ കഴിക്കാം. ഞാൻ ശ്യാമയെ കൂടി വിളിച്ചിട്ട് വരാം. ആ ഇതെന്താ പില്ലോയും ബെഡ്ഷീറ്റും ഒക്കെ ആയിട്ട്? ഒന്നുമില്ല, ഇവിടെ കിടക്കാൻ പോവാ. ഇവിടെയോ? ഇടി, സാധാരണ എല്ലാരും ബെഡ്റൂമിലല്ലേ കിടന്നുറങ്ങുന്നത്. ദേ കുഞ്ഞിച്ചി, എല്ലാം അറിഞ്ഞു വെച്ചോണ്ട് പരിഹാസം വേണ്ട. നിലവിട്ടാ ഞാനെന്തെങ്കിലും പറഞ്ഞു പോവും. കൂടെ പിറപ്പാണെന്നൊന്നും നോക്കില്ല. ശ്യാമേ, നീ പറഞ്ഞതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും നിനക്കും അറിയാവുന്നതാ. ഇനിയിപ്പോ അഥവാ നീ പറയുന്ന പോലെ ഇതെല്ലാം ഞങ്ങളുടെ തന്നെ കുറ്റവും കെടുക രഹസ്യാണെന്നോ എല്ലാം വെച്ചോ. ഇനിയിപ്പോ എന്തായാലും ചെയ്യാനുള്ളേ? നീ മറുപടി പറ. നിനക്ക് വേണമെങ്കിൽ കുഞ്ഞേച്ചി ഏട്ടനെന്നുള്ള എല്ലാ പരിഗണനയും മാറ്റിവെച്ച് ഞങ്ങളെ പരിഹസിക്കാം, അല്ലെങ്കിൽ തലേ ചവിട്ടിക്കോ. അതുകൊണ്ട് ഈ പ്രശ്നത്തിന് ഒരു പരിഹാരമാണെങ്കിൽ അങ്ങനെ ആവട്ടെ. അല്ല അപ്പൊ എന്താ ചെയ്യാം? അല്ലെങ്കിൽ മറ്റൊരു പരിഹാരം ഉണ്ടാവുന്നവരെ ഇവിടെ ഞങ്ങളെയൊക്കെ പോലെ ജീവിക്കാം. ഒന്നുമില്ലെങ്കിൽ നിന്റെ കുഞ്ഞേച്ചിയുടെ കൂടി വീടല്ലേ ഇത്? ഇവിടെ വന്നിട്ട് വരാന്തൊരു തൊഴുത്തിലൊക്കെയാണ് കിടക്കണ്ടേ? അതുകൊണ്ട് ഇപ്പൊ ആർക്കാ നടക്കണ്? നിന്റെ കുഞ്ഞേച്ചിക്ക് തന്നെയല്ലേ? പിന്നെ ഈ രോഹിത് ആരെയും കടന്നാക്രമിക്കുന്ന വന്യമൃഗമൊന്നുമല്ല. അത് നീ ആദ്യം മനസ്സിലായിക്കോ. ഞാൻ വിഷ്ണുട്ടാ, വേണ്ട. മനുഷ്യന് വെറുതെ നീ ഇതൊക്കെ കാണിക്കുന്നത് പക്വത കുറവുണ്ടാ, അല്ലെങ്കിൽ നിന്റെ കുഞ്ഞേച്ചിയോടുള്ള വാശി തീർക്കാൻ. ഒന്ന് പറയുന്ന മനസ്സിലാക്ക്. ശരി, ഞാൻ റൂമിൽ തന്നെ കിടന്നോളാം. പിന്നെ കുഞ്ഞേച്ചിയുടെ വിഷ്ണുവേട്ടന്റെ അനിയത്തെ പോലെ ഇവിടെ നിൽക്കാന്ന് പറഞ്ഞത് ഞാൻ അംഗീകരിക്കാം. പക്ഷെ നാളെ എന്റെയോ അയാളുടെ പേരിൽ ദാമ്പത്യ പൂജയോ മാങ്ങാത്തൊലിയോ മറ്റോ നടത്താനാണ് ഭാവമെങ്കിൽ സത്യമായിട്ട് ഞാൻ ഇവിടുന്ന് പോകും. ഈ വീട്ടിൽ നിന്ന് മാത്രമല്ല,
ഈ ഭൂമിയിൽ നിന്ന് തന്നെ ഞാൻ പോവും. ശ്യാമേ